Chapter 2 Inverse Trigonometric Functions. Properties of inverse trigonometric functions. Prove that sin inverse 3 by 5 minus sin inverse 8 by 17 is equal to cos inverse 84 by 85. Sin inverse 3 by 5 minus sin inverse 8 by 17 is equal to cos inverse 84 by 85 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യമായി ഈ ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാം. ആദ്യമായി സൈൻ ഇൻവേഴ്സ് 3 by 5. ലെറ്റ് സൈൻ ഇൻവേഴ്സ് 3 by 5 is equal to theta. Then we know that sin theta is equal to 3 by 5. സൈൻ ഇൻവേഴ്സ് 3 by 5 തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ 3 by 5 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിച്ചിട്ട് തീറ്റയെ ടാൻ ഇൻവേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നാൽ ബാക്കി ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എഴുതാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതിനായി ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, ഒരു അക്യൂട്ട് ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. നൗ സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ നമുക്ക് 3 എന്നും ഹൈപ്പോട്ടന്യൂസിനെ 5 എന്നും റെപ്രസെൻ്റ് ചെയ്യാം. സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ 3 ആയിട്ടും ഹൈപ്പോട്ടന്യൂസിനെ 5 ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റൻറ്റ് സൈഡ് വേണം, അതിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ബൈ പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പ്ലസ് altitude square is equal to hypotenuse square. Therefore, a square plus 3 square is equal to 5 square. A square plus 9 is equal to 25. A square is equal to 25 minus 9, 16. A is equal to 4. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറും നമുക്ക് കിട്ടി. ദെർഫോർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3 by 4. ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3 by 4 ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 by 4. Tan theta is equal to 3 by 4, then theta is tan inverse 3 by 4. Therefore, sin inverse 3 by 5 is equal to tan inverse 3 by 4. സൈൻ ഇൻവേഴ്സ് 3 by 5 നമ്മൾ തീറ്റ എന്നാണ് എടുത്തിരുന്നത്. ഇപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ടാൻ ഇൻവേഴ്സ് 3 by 4 എന്ന് കിട്ടി. ദെർഫോർ സൈൻ ഇൻവേഴ്സ് 3 by 5 is equal to tan ഇൻവേഴ്സ് 3 by 4. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 8 by 17നെയും കോസ് ഇൻവേഴ്സ് 84 by 85നെയും ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. സൈൻ ഇൻവേഴ്സ് 8 by 17 5 എന്നെടുത്തു. ദെർഫോർ സൈൻ 5 ഈസ് 8 by 17. ഒരു അക്യൂട്ട് ആംഗിൾ 5 എന്നെടുത്തു. ആൻഡ് വി നോ ദാറ്റ് സൈൻ 5 ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 8 ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് 17 ആയിട്ടും നമ്മൾ എടുത്തു. ഇനി അഡ്ജസൻറ്റ് സൈഡിന് ഇവിടെ ബി എന്ന് പേര് കൊടുക്കുന്നു. ബൈ പൈതഗോറസ് തിയറം ബി സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈസ് 17 സ്ക്വയർ. ബി സ്ക്വയർ പ്ലസ് 64 ഈസ് ഈക്വൽ ടു 289. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 മൈനസ് 64, ദാറ്റ് ഈസ് ഈക്വൽ ടു 225. B is equal to 15. Therefore, tan phi is equal to opposite side by adjacent side. Tan phi is opposite side by adjacent side implies phi is equal to tan inverse 8 by 15. Okay, therefore sin phi is 8 by 17. Tan phi is 8 by 15, or phi is sin inverse 8 by 17.
Also, phi is tan inverse 8 by 15. Therefore, sin inverse 8 by 17 is equal to tan inverse 8 by 15. ഇനി cos inverse 84 by 85 ഇവിടെ ചെയ്യാം. cos inverse 84 by 85 sin എടുത്തു implies cos is 84 by 85. ഒരു acute angle sin എടുത്തു and we know that cos psi is adjacent side by hypotenuse. Cos theta or cos is adjacent side by hypotenuse. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് സി എടുത്തു. ബൈ പൈതഗോറസ് തിയറം സി സ്ക്വയർ പ്ലസ് 84 സ്ക്വയർ ഇസ് ഈക്വൽ ടു 85 സ്ക്വയർ. ദാറ്റ് ഈസ് സി സ്ക്വയർ പ്ലസ് 7056 is equal to 7225. C square is 7225 minus 7056. That is equal to 169. C is equal to 13. അതിവിടെ മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ടത് tan ആണ്. Tan psi is opposite side divided by adjacent side. Opposite side by adjacent side implies psi is tan inverse 13 by 84. Therefore, cos inverse 84 by 85 is equal to tan inverse 13 by 84. ഇപ്പോൾ നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെയും ഇൻ ടേംസ് ഓഫ് ടാൻ ഇൻവേഴ്സിൽ എഴുതി. ഇനി നമുക്ക് LHS എടുത്ത പ്രോബ്ലം ചെയ്യാം. Now LHS is sin inverse 3 by 5 minus sin inverse 8 by 17 and sin inverse 3 by 5 is നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് tan inverse 3 by 4 മൈനസ് സൈൻ ഇൻവേഴ്സ് 8 by 17 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് 8 by 15. അത് നമ്മൾ നോക്കി എഴുതുക. ഇപ്പോഴിത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമായി. ഇത് എക്സ് ഇത് വൈ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ divided by 1 plus xy. Tan inverse x minus y by 1 plus xy. This is equal to tan inverse 13 by 60 divided by 1 plus 24 divided by 60. This is equal to tan inverse 13 by 60 divided by 84 by 60. That is equal to tan inverse 13 by 84. നമ്മൾ LHS എടുത്ത് ചെയ്തപ്പോഴേ ടാൻ ഇൻവേഴ്സ് 13 by 84 എന്നാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് 13 by 84 ഈസ് കോസ് ഇൻവേഴ്സ് 84 by 85. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 13 by 84ൻ്റെ സ്ഥാനത്ത് നമുക്ക് കോസ് ഇൻവേഴ്സ് 84 by 85 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ RHS. Find the value of cos inverse cos 7 pi divided by 6. Cos inverse cos 7 pi by 6. Cos inverse cos 7 pi by 6 is equal to 7 pi by 6 എന്ന് എഴുതി വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം we know that cos inverse cos theta is equal to theta, but this result holds only when theta lies in the principal value branch. അതായത് വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. അല്ല എങ്കിൽ 0 തീറ്റയ്ക്കും പൈക്കും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാൻ പറ്റുള്ളൂ. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഒൺലി വെൻ തീറ്റ ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇവിടെ 7 pi by 6 എന്ന് പറയുന്നത്
210 ഡിഗ്രിയാണ്, 180 കൂടുതലാണ്. അതുകൊണ്ട് ഈ റിസൾട്ട് ഇവിടെ ഹോൾഡ് ചെയ്യില്ല. അതിനുവേണ്ടി നമുക്ക് ഈ ആംഗിളിനെ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. Cos inverse cos 7 pi by 6 is cos inverse cos 7 pi by 6 is 210. ശ്രദ്ധിക്കുക, ഞാൻ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്താണ് ചെയ്യുന്നത്. കൂടുതൽ കുട്ടികൾക്കും അതാണ് താല്പര്യം, അതുകൊണ്ടാണ്. റേഡിയൻ മെഷറിലിട്ടും ചെയ്യാം. പൈക്ക് 180 എന്ന് കൊടുത്തപ്പോൾ 7 × 180 ഡിവൈഡ് ബൈ 6 120. ഇതിനെ n × 90 ± തീറ്റ വേർ n is even ആ ഫോമിലേക്ക് മാറ്റുന്നു. n × 90 ± തീറ്റ ഇവിടെ നിർബന്ധമായും n ഈവൻ നമ്പർ ആയിരിക്കണം. therefore cos inverse cos 2 × 90 + 30, 2 × 90 180 + 30 is 210. This is equal to cos inverse cos 30 ASTC നോക്കുന്നു. 0 × 90 1 × 90 2 × 90 + 30 തേർഡ് ക്വാഡ്രൻറ്റിലാണ്. 210 lies in third quadrant. In the third quadrant tan theta is positive, therefore cos theta is negative. Therefore the answer is minus cos 30. 210 ഡിഗ്രി എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അവിടെ ടാൻ തീറ്റ മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് കോസ് അവിടെ നെഗറ്റീവാണ്. കോസ് 210 ഡിഗ്രി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. മൈനസ് കോസ് 30. ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് പൈ ബൈ 6. നമ്മൾ റേഡിയൻ മെഷറിലോട്ട് മാറ്റുന്നു. 30 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 6 ആണെന്ന് നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കുക, ഈ മൈനസ് വരികയാണെങ്കിൽ, ഇങ്ങനെ മൈനസ് വരികയാണെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0യ്ക്കും പൈക്കും ഇടയ്ക്ക് വരുന്ന ഫംഗ്ഷന് പൈ മൈനസ് എടുത്താൽ മതി. കറക്റ്റ് ആയിരിക്കും. കോസ് ഇൻവേഴ്സ് കോസ് പൈ മൈനസ് പൈ ബൈ 6. കോസ് പൈ മൈനസ് പൈ ബൈ 6 ഈസ് മൈനസ് കോസ് പൈ ബൈ 6. കറക്റ്റ് ആയിരിക്കും. പ്രിൻസിപ്പൽ വാല്യൂസ് ബ്രാഞ്ച് 0യ്ക്കും പൈക്കും ഇടയ്ക്ക് വരുന്ന കോസ്, സീക്ക്, കോട്ട് എന്നിവയുടെ ഇൻവേഴ്സുകൾ ചോദിക്കുമ്പോൾ പൈ മൈനസ് എടുത്താൽ മതി. മൈനസ് കോസ് പൈ ബൈ 6 ഈസ് കോസ് പൈ മൈനസ് പൈ ബൈ 6. ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് പൈ മൈനസ് പൈ ബൈ 6 ഈസ് 5 പൈ ബൈ 6 ആൻഡ് 5 പൈ ബൈ 6 ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. 5 പൈ ബൈ 6 എന്ന് പറയുന്നത് 0യ്ക്കും പൈക്കും ഇടയ്ക്കാണ്. ദർഫോർ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഇൻ ദാറ്റ് റീജിയൻ. ദർഫോർ കോസ് ഇൻവേഴ്സ് കോസ് 5 പൈ ബൈ 6 ഈസ് 5 പൈ ബൈ 6. ഓക്കെ. അല്ലാതെ ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ തീറ്റ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π by 4. ടാൻ ഇൻവേഴ്സ് ടാൻ 3π by 4. Now we know that tan inverse tan theta is equal to theta when theta lies in the principal value branch. Tan inverse principal value branch എന്ന് പറയുന്നത് -π/2 +π/2 ഇടയ്ക്കാണ്. ഇവിടെ 3π/4 പൈക്ക് 180 എന്ന് കൊടുക്കുമ്പോൾ 135 ഡിഗ്രി എന്ന് വരും. 135 ഡിഗ്രി ഈ റീജിയനിലല്ല. -90ക്കും +90ക്കും ഇടയ്ക്കല്ല, 90യേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 3π/4 എന്ന് എഴുതാൻ പാടില്ല. ഈ വാല്യൂവിലേക്ക് നമുക്ക് ആംഗിളിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്താണ് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് ടാൻ പൈക്ക് 180 എന്ന് കൊടുക്കുമ്പോൾ 135 ഡിഗ്രി എന്ന് വരും. n × 90 ± തീറ്റ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം n ഈവൻ ആയിരിക്കണം. ടാൻ ഇൻവേഴ്സ് ടാൻ
2 into 90 minus 45. 2 into 90 is 180 minus 45, 135. Tan inverse tan 45. 2 ഈവൻ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ ടാൻ തന്നെ വരും. അത് +1 പഠിച്ചതാണ്. ASTC ക്വാഡ്രൻറ്റ് നോക്കുന്നു. 0 into 90, 1 into 90, 2 into 90 ഇവിടെ വരും. -45 സെക്കൻഡ് ക്വാഡ്രൻറ്റ്. 2 into 90 -45 എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡാണ് പോകേണ്ടത്. സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. നമ്മുടെ ടാൻ നെഗറ്റീവാണ്. ദെർഫോർ -tan 45 എന്ന് വരും. 135 degrees an angle lying in the second quadrant, and in the second quadrant tan theta is negative. Therefore tan 135 is negative. Therefore tan inverse minus tan 45 degrees pi/4 radian. ഇനി ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ് വരുന്നത്. അപ്പോൾ -π/2നും പോസിറ്റീവ് π/2നും ഇടയ്ക്ക് വരുന്ന ഇൻവേഴ്സ് ഫങ്ഷൻസിൽ ഈ മൈനസ് അകത്തോട്ട് എടുക്കുകയാണ് വേണ്ടത്. ടാൻ ഇൻവേഴ്സ് ടാൻ -π/4. ഒരു പ്രാവശ്യം കൂടെ പറയാം. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുപോലത്തെ പ്രോബ്ലത്തിൽ മൈനസ് അകത്തോട്ട് കൊടുക്കുക. ടാൻ -θ ഈസ് -tan θ എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതേസമയം കഴിഞ്ഞ പ്രോബ്ലം പോലെ കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് വന്നാൽ നെഗറ്റീവ് മാറാൻ വേണ്ടി π- എന്നെടുക്കുക. ദിസ് ഈസ് ഈക്വൽ ടു -π/4. കാരണം -π/4 എന്ന് പറയുന്നത് -π/2നും +π/2നും ഇടയ്ക്കാണ്. ദെർഫോർ ടാൻ ഇൻവേഴ്സ് ടാൻ -π/4 ഈസ് -π/4. ഓക്കെ.